ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ പുസ്തകമേള നടക്കുകയാണ്. കഴിഞ്ഞ നമ്മളൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ, ഫസ്റ്റ് ഡേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ പോയി. എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് പോകുന്നത് അവിടുത്തെ പെറ്റ്സിൻ്റെ സെക്ഷൻ മാത്രമാണ്. അതേപോലെ തന്നെ അവിടുത്തെ ചെറിയ ക്ലിപ്പൊക്കെ നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ പോയി നമ്മൾ എല്ലാം വ്ലോഗ് എടുത്തുമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ തന്നെ അല്ലാതെ വോയിസ് കൊടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ നോൺ കോപ്പി റൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് എല്ലാം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഡാൻസ് പരിപാടി, അതേപോലെ തന്നെ നാടകം, അതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ മാത്രം എടുത്ത് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാൻ പോയത്. അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഇന്നാണ്, പിറ്റേ ദിവസമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇതിൻ്റെ കുറേ കളക്ഷൻസ് തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിൻ്റെ വോയിസ് ഓവറാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതേപോലെ തന്നെ അവിടുത്തെ കുറേ കാഴ്ചകളുണ്ട്. അവിടെ തന്നെ നമുക്ക് പിള്ളേർക്ക് കളിക്കേണ്ട പാർക്ക്, അതേപോലെ തന്നെ മധുര പലഹാരങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബുക്സ്, അതേപോലെ തന്നെ അവിടെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. നമ്മൾ ഉത്സവ പറമ്പിൽ കാണുമ്പോൾ അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നത് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാട്ടാൽ ഫെസ്റ്റ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് എത്ര മണി വരെ ഈ പ്രോഗ്രാം അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു ചോദിച്ചിട്ട്. അപ്പോൾ ഇതവിടെ 11:30 മണിയായിട്ട് അത് തീരുന്നില്ല, രാത്രി തീരുന്നില്ല. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അവിടെ ഡാൻസ്, പാട്ട്, അതേപോലെ തന്നെ നാടകം, അതിൻ്റെ മാജിക് ഷോ, അതേപോലെ എല്ലാ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തീരുന്നതനുസരിച്ചായിരിക്കും അവിടുത്തെ സമയം നോക്കുന്നത്. അപ്പോൾ പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗിലോട്ട് ഇടാം. നമ്മൾ പെറ്റ്സിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സുഹൃത്താണെങ്കിൽ ഇതേപോലെ ഇഗ്വാനൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 30 രൂപയാണ് ഈ പെറ്റ്സിൻ്റെ സെക്ഷനിൽ കയറാനായിട്ടുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അകത്ത് എൻട്രി ചെയ്താൽ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് സൺകുണൂറാണ് കേട്ടോ. ചൈന കേജിലിട്ടിരിക്കുന്ന നമുക്ക് സൺകുണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ബേഡ്സിൻ്റെ സെക്ഷനും വരുന്നുണ്ട്, മീനിൻ്റെ സെക്ഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടില്ലേ ഒരുപാട് സൺകുണൂർ ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോക്ടെയിൽ കാണാനായിട്ട് സാധിക്കും, ആൽബിനോ കോക്ടെയിൽ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കിടിലം ബേഡ്സ് ആണ് കേട്ടോ. അതേപോലെ തന്നെ പൈനാപ്പിൾ കുണൂർ ഒക്കെ, ഗ്രീൻ ചിക്ക് കുണൂർ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. 30 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ല റേറ്റ്. ഒരാൾക്ക് അടിപൊളിയായിട്ട് കാണേണ്ട കാഴ്ചകൾ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എക്സോട്ടിക് പെറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ അത്യാവശ്യം ഇല്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ നോർമലി നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ കിളികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രീൻ ചിക്ക് കൊണൂറും അതേപോലെ തന്നെ പൈനാപ്പിൾ കൊണൂറൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഈ സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ എല്ലാം പെയറാണ് കേട്ടോ. പെയറും ചിക്സൊക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് 1 കേജിലൊക്കെ ഇട്ട് വളർത്തിയത് കൊണ്ടായിരിക്കാം അത്യാവശ്യം കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ബ്രഹ്മക്കോഴി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ എല്ലാം അടിപൊളിയായിട്ടുള്ള എക്സോട്ടിക് പെറ്റ്സാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് വായിച്ച് പറഞ്ഞു തരാമായിരുന്നു. അതിൻ്റെ കറക്റ്റ് പേരൊന്നും ഇത് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാവുന്നതാണ്. അപ്പോൾ 30 രൂപയാണ് ഒരാൾക്ക് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ സെൽഫി പോയിൻറ്റും ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഇത് നമുക്ക് വേറെ വെറൈറ്റി ഒരു കോഴിയാണ് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ വേറൊരു കോഴി കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് കണ്ടില്ല അരാപ്പയ്മ അതോ അലിഗേറ്ററാണോ എന്താണെന്ന് അറിയില്ല. എന്തായിരുന്നാലും സംഭവം കൊള്ളാം കേട്ടോ. ഇതൊക്കെ മോൺസ്റ്റർ ഫിഷാണ്. അതേപോലെ തന്നെ ഗൗരാമി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫിഷിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിനേക്കാളും നമ്മൾ അക്വേറിയത്തിൽ പോയാൽ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ഇത് ഗ്ലാസ് ഫിഷ് ആണെന്നോ. ഫിഷിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ടില്ലേ കുറച്ച് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബേഡ്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കുറേ അധികം കാണാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല നമ്മൾ അടുത്ത് അങ്ങോട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഗൗരാമിയാണെന്ന് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഏതാണെന്ന് അറിയില്ല. ഇത് എന്തെങ്കിലും നമുക്ക് മോൺസ്റ്റർ ഫിഷ് ആയിരിക്കാം, പക്ഷേ പേര് കറക്റ്റ് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ മുയലാണ് കേട്ടോ. മുയലൂട്ടൻ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള മുയലൂട്ടനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തും നമുക്ക് കോഴിയാണ് കേട്ടോ. ഇത് ബ്രഹ്മക്കോഴിയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാ ഇവിടുത്തെ പെറ്റ്സ് എല്ലാം ഒരു ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്നത്. കാരണം കുറേ ദിവസം കൊണ്ട് ഇതിൻ്റെ ഈ കേജിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം
അതായത് നമ്മുടെ പ്രാവുകളിൽ നമുക്ക് ഒന്ന് സിറാസും ഒന്ന് ഓസ്ട്രേലിയൻ റെഡുമാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അല്ലാതെ ക്യാപ്പുള്ള ഒരു ബേഡ് കൂടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടില്ല, നാടൻ പ്രാവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാം ഒരുവിധം തൂങ്ങിയൊക്കെ നിൽക്കുകയാണ്. അതേപോലെ ചെറുതിന് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് അസുഖം കാണാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാവ് വളർത്തിയിട്ടുള്ളതുകൊണ്ട് അറിയാം, ചെറിയ തൂങ്ങലുള്ളത് നമുക്കൊരു പ്രാവിൻ്റെ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, നമുക്കിവിടെ തന്നെ ചെറിയ ചെറിയ പ്രാവുകള സെക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ കേറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. കേറ്റൊക്കെ ആണെങ്കിൽ മാട്ട് ഉറക്കമാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് വിളിച്ചിട്ട് പോലും എണീക്കുന്നില്ല. മാട്ടെന്ന് പറഞ്ഞാൽ മാട്ട് ഉറക്കമാണ്. കണ്ടില്ലേ, ഇവിടെ തന്നെ നമുക്ക് കേറ്റ്സിൻ്റെ കുറേ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഓരോ വെറൈറ്റി ആയിട്ടുള്ള കേറ്റ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മുയൽ, ജെയിൻറ്റ് മുയലാണെന്ന് തോന്നുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഹെയറൊക്കെ ഒരുപാട് ലോങ് ആണ്. അതേപോലെ തന്നെ കുറേ ഹെയർ ഉണ്ട് കേട്ടോ ഈ മുയലിന്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് അറിയില്ല, അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ സുഹൃത്തിൽ ആർക്കെങ്കിലും. അടുത്തായിട്ട് കണ്ടില്ലേ, നമുക്ക് കേറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതും ഒടുക്കത്തെ ഉറക്കമാണ്, വിളിച്ചിട്ട് പോലും ഇടിയിക്കുന്നില്ല. അതേപോലെ തന്നെ അടുത്ത കേറ്റ്, ഇതിൻ്റെ കറക്റ്റ് പേരൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഇത് ഉണ്ടായിരുന്നു. ഇത് ഇവിടെ പേരൊന്നും കറക്റ്റ് എഴുതിയിട്ടില്ല. അതേപോലെ തന്നെ നല്ലൊരു കിടിലൻ കേറ്റാണ് കേട്ടോ. ഞാൻ കൈയൊക്കെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് കൈയൊക്കെ എടുത്ത് വെളിയിലൊക്കെ ഇട്ട് തന്നായിരുന്നു. അതേപോലെ തന്നെ നമുക്കിവിടെ ഫുള്ള് കേറ്റ്സിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേറ്റ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പഞ്ച് ഫേസ്, ഡോൾ ഫേസൊക്കെ കേറ്റ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓരോ നിറത്തിലുള്ള കേറ്റാണ് കേട്ടോ. വൈറ്റ് ഉണ്ട്, ഒരു സാൻഡിൽ പോലത്തെ കളറുണ്ട്, ബ്ലാക്ക് ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല. എന്തായിരുന്നാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട്, ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു സുഹൃത്ത് പുതിയ ക്യാമറ എടുത്തായിരുന്നു. അപ്പോൾ അവൻ ഇതേപോലെ വീഡിയോ എടുക്കാൻ വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. കണ്ടില്ലേ, നമുക്കിവിടെ തന്നെ നമുക്ക് കേറ്റ്സ്, നമ്മൾ നേരത്തെ കണ്ട ക്ലിപ്പിലുള്ള കേറ്റ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബ്രഹ്മക്കോഴി കാണാനായിട്ട് സാധിക്കും. വലിയ ബ്രഹ്മക്കോഴിയാണ്. കണ്ടില്ലേ, ഇതെല്ലാം മെയിലും ഫീമെയിലും ഇതിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇതൊക്കെ കൊളംബിയൻ ബ്രഹ്മയുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരറിയില്ല, ബ്രഹ്മക്കോഴിയാണെന്നറിയാം, അല്ലാതെ കറക്റ്റ് പേരറിയില്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്കിവിടെയും അടുത്ത് കോഴിയുടെ സെക്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം പെറ്റ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ എക്സോട്ടിക് പെറ്റ്സ് തന്നെ കേട്ടോ. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത കുറേ പെറ്റ്സ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബേഡ്സും ഉണ്ട്, പെറ്റ്സ് മാത്രമല്ല ബേഡ്സും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ സെൽഫി പോയിൻ്റ് വരുന്നുണ്ട്. സെൽഫി പോയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ സെൽഫി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം. 200-150 രൂപ എന്തോ അവിടുത്തെ പൈത്തൻ കയ്യിൽ വെച്ചിട്ട് എടുക്കുന്നതിന് കൊടുക്കണം. അതേപോലെ നമ്മുടെ മെക്കാവോ കയ്യിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല 200-250 രൂപ കൊടുക്കണം. അതൊക്കെ ഓവർ റേറ്റ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരുപാട് കളക്ഷൻസ് തന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത്. കേറ്റിൻ്റെയും ആയിരുന്നാലും ബേഡ്സിൻ്റെ ആയിരുന്നാലും. ഇത് തന്നെ നമുക്ക് മറ്റേ പുലിയുടെ കളർ വരുന്ന ഒരു കേറ്റാണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, അടിപൊളിയല്ലേ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് പേരറിയില്ലാത്തതുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലാതെ വേറെ ഏതെങ്കിലും പേരൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ബേഡ്സാണ്. അതേപോലെ തന്നെ കേജ് വരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല കമ്പിയിലൊക്കെ ഉണ്ടാക്കിയ കേജുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ, വിളിച്ചിട്ട് പോലും എണീക്കുന്നില്ല. അത്രയ്ക്ക് മാട്ട് ഉറക്കമാണ് ഇവിടുത്തെ കേറ്റിൻ്റെ സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് പഞ്ച് ഫേസ് അല്ലെങ്കിൽ ഡോൾ ഫേസ് ആയിരിക്കും കേട്ടോ ഈ കേറ്റ്. അടിപൊളിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു കിടിലം കേറ്റ് വരുന്നുണ്ട്. ഞാൻ ഇടിച്ചൊക്കെ നോക്കിയാണ് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും എന്നിട്ട് ചെറുതായിട്ട് അനക്കമൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഇവിടുത്തെ കേറ്റ്സിൻ്റെ സെക്ഷൻ അടിപൊളിയാണ്. നല്ല കേജും ഒക്കെ വെച്ചിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും കുഴപ്പമില്ല, 30 രൂപയ്ക്ക് കുഴപ്പമില്ല. എന്തായിരുന്നാലും അടിപൊളിയായിട്ടുള്ള പെറ്റ്സ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ പേരറിഞ്ഞുകൂടാത്തതാണ് വേറൊരു കാര്യം കേട്ടോ. ഇത് കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ട ഒരു കേറ്റിൻ്റെ വേറൊരു ഐറ്റമാണ്. അത് സൈസ് ഇല്ലായിരുന്നു, ഇത് നല്ല സൈസുണ്ട് കേട്ടോ. നമ്മുടെ പുലിയിലെ നിറം വരുന്നത് ഇതും മാട്ട് ഉറക്കമാണ്. അതേപോലെ തന്നെ ഇവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള ബിസ്ക്കറ്റ് പോലത്തെ ഫുഡാണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ബേസിനിൽ ചെറുതായിട്ട് മണലൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് അറിയില്ല, ചിലപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇരിക്കാനായിട്ടായിരിക്കാം. എന്തായിരുന്നാലും അടിപൊളിയാണ് കേട്ടോ. അതേപോലെ തന്നെ 4-5 ദിവസം ഇവിടെ വന്നിട്ടുണ്ട് ഇത് പെറ്റ്സൊക്കെ. അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ കാണും. ഇതിൻ്റെ കേജിൻ്റെ അകത്ത് തന്നെ ഉള്ളിൽ തന്നെ അടച്ചിട്ട് വളർത്തിയതുകൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമുക്കിവിടെ പ്രാവുകളുടെ സെക്ഷനാണ്. അതിൽ തന്നെ നമുക്ക് ഇതോ ഒരു ക്രോസ് ബേർഡാണ്, അതൊന്ന് മനസ്സിലായി. മാർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ജാക്കോബിൻ മിക്സ് കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ജാക്കോബിൻ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്കിവിടെ കാറ്റ് കണ്ടില്ലേ, മാട്ട് ഉറക്കം. ചത്ത് കിടക്കുന്നത് വിചാരിക്കും, ചത്തൊന്നുമില്ല, അല്ല മാട്ട് ഉറക്കമാണ്. കണ്ട് ഇവിടെ ഫാൻറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഫാൻറ്റെയിൽ പ്രാവുകളാണ് കേട്ടോ.
പ്രാവുകളിൽ തന്നെ നമുക്ക് കുറേയധികം ബേഡ്സൊക്കെ ഇതിൻ്റെയൊക്കെ പേരറിയാം. ഇത് നമുക്ക് കിങ്ങാണ് വന്നിട്ടുള്ളത്. കിങ് എല്ലാം ഒരുവിധം ആക്റ്റീവ് കുറവാണ്, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും. നല്ല മഴയൊക്കെയാണ് ഇവിടെ തന്നെ. നമുക്കിത് ഓസ്ട്രേലിയൻ റെഡാണ്. എന്തായിരുന്നാലും അടിപൊളിയാണ്. ഇവിടെ തന്നെ നമുക്ക് ഫാൻറ്റിൽ കാണാനായിട്ട് സാധിക്കും. പ്രാവുകളുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൂടുതലും കാറ്റിൻ്റെ സെക്ഷനും അതേപോലെ തന്നെ നമുക്ക് ബേഡ്സിൻ്റെ സെക്ഷനുമാണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, ഇവിടെ നമുക്ക് അടിപൊളി കേജിൽ ഇട്ടിട്ടുള്ള നമുക്ക് കേറ്റ് കാണാനായിട്ട് സാധിക്കും. അതിൽ മാല ഇട്ടിട്ടുണ്ടോ. അതേപോലെ തന്നെ കണ്ടില്ല, ബിസ്ക്കറ്റ് പോലത്തെ എന്തോ സംഭവം ഞാൻ ഇതിന് ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ, അത് കണ്ടോ ഇതിൻ്റെ അത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് അടുത്ത സെക്ഷനിൽ ഫുള്ള് ലവ് ബേഡ്സാണ് വന്നിട്ടുള്ളത്, ബഡ്ജീസാണ്. അതിൽ തന്നെ നമുക്ക് 4-5 kg തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചൈന KG തന്നെയാണ് കേട്ടോ. ഇവിടെ ഫിഞ്ചസും ആയിരുന്നാലും ലവ് ബേഡ്സ് ആയിരുന്നാലും സെറ്റ് ചെയ്തിട്ടുള്ള എന്തായിരുന്നാലും അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവിടെ പൈത്തന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ കൊടുത്താലേ നമുക്ക് കയ്യിൽ തരുള്ളൂ, അത് വേറൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് ഈ ബേഡ്സിൻ്റെ സെക്ഷൻ തന്നെ നമുക്ക് കിടിലമായിട്ട് കവർ ചെയ്ത് പോവാം. അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആഫ്രിക്കൻ ലവ് ബേഡ്സാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം പെയറായിട്ട് നമുക്ക് ഇതിൽ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ തന്നെ ഓരോ വെറൈറ്റി ഉണ്ട് കേട്ടോ. ബ്ലൂ മാസ്ക്, ഗ്രീൻ മാസ്ക്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നമുക്ക് പെറ്റ്സ് ചാനൽ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ഇടുമ്പോൾ നമുക്ക് അതിൽ കുറേ സുഹൃത്തുക്കൾ അയച്ചു തരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയ പേരൊക്കെ അറിയാം. ഇത് നമുക്ക് ഫിഞ്ചസാണ് വന്നിട്ടുള്ളത്. ഫിഞ്ചസിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഈ സെക്ഷനിലായിരുന്നാലും ഫിഞ്ചസ് ഓരോ പെയർ സെറ്റ് ചെയ്തിട്ട് KG തന്നെ നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഷുഗർ ഗ്ലൈഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ചെറിയ അണ്ണാനാണ്, പറക്കുന്ന അണ്ണാനാണ്. ഷുഗർ ഗ്ലൈഡറാണ് അതിൻ്റെ പേര് വരുന്നത്. അതേപോലെ നമുക്ക് 3-4 ഇതിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുള്ള് ഉറക്കമാണ് കേട്ടോ. ഇമാരെന്തെന്ന് അറിഞ്ഞൂടാ, എല്ലാം ഫുള്ള് ഉറക്കമാണ്. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ഹാംസ്റ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അടിയിലിട്ടിരിക്കുന്നത് മരപ്പൊടിയാണ് കേട്ടോ. കണ്ടില്ലേ, ഹാംസ്റ്റേഴ്സാണ്. റേറ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാംസ്റ്റേഴ്സ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചെറിയ എലി എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഗിനി പിഗ്, ഇതാണ് നമ്മുടെ സെൽഫി പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് സെൽഫി ആയിട്ട് എടുക്കുകയാണെങ്കിൽ പൈസ കൊടുത്താൽ അവർ ഇതൊക്കെ കയ്യിലൊക്കെ വെച്ച് തരുള്ളൂ. ഇതെല്ലാം ടേംഡാണ് കേട്ടോ. ഇത് ഓപ്പണായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൊണൂർ ആയിരുന്നാലും നമുക്ക് കൊക്കോറ്റ ആയിരുന്നാലും അതേപോലെ തന്നെ നമ്മുടെ മെക്കാവോ ആയിരുന്നാലും എല്ലാം നമ്മുടെ കയ്യിലൊക്കെ ദേഹത്തൊക്കെ വെച്ച് തരണമെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്കിവിടെ മെക്കാവോയും ഗ്രേ പാരറ്റും കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ ദേഹത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. അത് അത്യാവശ്യം റേറ്റ് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതേപോലെ തന്നെ ഇവിടെ കിടിലം നമുക്ക് ഡോഗ് സെക്ഷനാണ് ഇവിടെ വരുന്നിട്ടുള്ളത്. ഇതും അത്യാവശ്യം 2-3 ഐറ്റം ഡോഗ് മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് പേര് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, അതാണ് നല്ലത്. കാരണം നമുക്കിതിൻ്റെ ഒരു ക്രേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പെറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഡോഗ് ബ്രീഡിൻ്റെ ഒരു ക്രേസ് എനിക്കില്ല. കാരണം കൊച്ചിയിൽ നമ്മുടെ പ്രാവ് എല്ലാം വളർത്തിയതുകൊണ്ടായിരിക്കാം ഇവിടെ നമുക്ക് ഹസ്കി കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, എല്ലാം ഉറക്കമാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ടായിരിക്കാം ഫുള്ള് മാട്ട് ഉറക്കമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ ജൂൺ 4-ാം തീയതി വരെ അവസരമുണ്ട്. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് നമുക്ക് ബേഡ്സിൻ്റെ സെക്ഷനാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഗിനി പിഗ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു സിംഗിൾ പീസ് മാത്രമേ നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഫുള്ള് ആഫ്രിക്കൻ ലവ് ബേഡ്സും ആഫ്രിക്കൻ ലവ് ബേഡ്സൊക്കെ നമുക്കിവിടെ തന്നെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ നമുക്ക് ബ്ലൂ മാസ്ക്, ഗ്രീൻ മാസ്ക്, യെല്ലോ ഫിഷർ അങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കറക്റ്റ് പേരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പെറ്റ്സ് ചാനൽ വിട്ടാൽ അതിൽ നമ്മൾ കിടിലം വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ബേഡ്സിൻ്റെ സെക്ഷൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേഡ്സും കേറ്റും തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് കൂടുതലും വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് അക്യൂറിയം ഷോപ്പിൽ പോയാലും ഈ നോർമൽ ബേഡ്സിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വേറൊരു കാര്യം. കണ്ടില്ലേ, നമ്മളിവിടെ ഫസ്റ്റ് ദിവസം ഒരു ഉദ്ഘാടന ദിവസം വന്നപ്പോൾ നമുക്കിവിടെ പെറ്റ്സിൻ്റെ സെക്ഷൻ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്താ കഴിഞ്ഞാൽ മെയിനായിട്ട് പെറ്റ്സിൻ്റെ സെക്ഷൻ വ്ലോഗ് എടുക്കാനായിട്ടാണ് വന്നത്. കാരണം നമ്മൾ പെറ്റ്സിൻ്റെ ഒരു ചെറിയൊരു ക്രേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ വോളണ്ടിയറുടെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അവർ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പെറ്റ്സിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ചെറിയൊരു വ്ലോഗ്, നമ്മുടെ കാട്ടാൽ പുസ്തകമേളയിലെ പുസ്തകത്തിൻ്റെ അവിടുത്തെ വ്ലോഗും അതേപോലെ തന്നെ നമ്മൾ അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമ്മൾ പകർത്തിയതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതിൻ്റെ പെറ്റ്സിൻ്റെ സെക്ഷൻ അവൈലബിൾ ആണ്. എന്തായിരുന്നാലും അത്യാവശ്യം ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ് കേട്ടോ. ഫസ്റ്റ് ദിവസം തിരക്കില്ലായിരുന്നാലും നമ്മൾ പിറ്റേ 2-3 ദിവസമൊക്കെ വന്നതിന് ശേഷം കട്ട തിരക്കാണ്. ഞാൻ ഇന്ന് ഇപ്പം വ്ലോഗ് എടുക്കുന്ന സമയത്താണ് ഒടുക്കത്തെ തിരക്ക്. ഞാൻ വന്നതിൽ ഏറ്റവും തിരക്ക് ഇന്നത്തെ ദിവസമായിരുന്നു. കാരണം ഒരുപാട് നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നത്. ഇവിടെ പെറ്റ്സിൻ്റെ സെക്ഷൻ ഇല്ലെങ്കിലും അവരല്ലാതെ വെളിയിൽ പുറത്ത് നല്ല തിരക്കാണ്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ,
അതേപോലെ തന്നെ നമുക്കിവിടെ ഫുള്ള് താറാവ് കാണാനായിട്ട് സാധിക്കും. താറാവ് വാത്ത എന്തോ ആണ്. എന്നിരുന്നാലും നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ കുറേയധികം മധുര പലഹാരങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ പി അടങ്ങിയിട്ടുള്ള ബലൂൺ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പോപ്കോണ്, അതേപോലെ എല്ലാ ഐറ്റവും നമുക്ക് ഫുഡിൻ്റെ സെക്ഷന് ആയിട്ട് വരുന്നിടത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് സാധിക്കും. പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. നമുക്ക് ഈ പുസ്തകമേളയ്ക്കകത്ത് കയറുന്നതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൻ്റെ അകത്ത് കയറുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വാങ്ങിച്ച് കഴിക്കുന്നതിന് പൈസ കൊടുക്കണം. അതേപോലെ ഇവിടെ ഒരു ചെറിയ ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ സ്റ്റാളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ ഇതേപോലെ പലഹാരങ്ങൾ വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ അവിടുത്തെ അതിനൊക്കെ പൈസ കൊടുത്ത് വാങ്ങാം. അതേപോലെ ഇവിടുത്തെ പെറ്റ്സിൻ്റെ സെക്ഷനിൽ പൈസ കൊടുക്കണം. അതേപോലെ പാർക്കുണ്ട് ഇവിടെ. ഈ കൊച്ചു പിള്ളേർ കളിക്കേണ്ട പാർക്കിന് അവിടെയും പൈസ കൊടുക്കേണ്ടതുണ്ട്. അവിടെ തന്നെ നമുക്ക് 3-4 ഇതേപോലെ പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3-4 അല്ല 5-6 ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ സ്ഥലം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ പേ ആൻഡ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈതാനത്ത് എത്തിയപ്പോൾ തന്നെ നമുക്കിവിടെ ഒട്ടകം കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ കുതിര കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൻ്റെ അടുത്തും ഇതേപോലെ ഒട്ടകവും കുതിരയും കഴുതയൊക്കെ ഉള്ള ഒരു വീടുണ്ട്. വീട്ടിൽ ഇതേപോലെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്ളോഗ് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം ഗെയ്സ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പാർക്കിൻ്റെ സെക്ഷനാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും നമ്മൾ കയറുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നടന്നിങ്ങനെ ഒക്കെ അലഞ്ഞ് നടന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ചു, ഇതേപോലെ സംസാരിച്ചു, വീടൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ നമ്മൾ അവിടുത്തെ അവൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ തേരാപ്പാര നടത്തം അങ്ങോട്ട് വീണ്ടും നോക്കുകയാണ്.
ഈ കേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, വോയിസ് ഓവർ എടുത്ത് ചെയ്തതാണ്. അവിടുത്തെ സൗണ്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതേപോലെ വോയിസ് ഓവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കിടിലം വീഡിയോസ്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള കിടിലം വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ ജില്ലയിലുള്ളവരൊന്നും പേടിക്കേണ്ട, നമുക്ക് അവിടെയൊക്കെ പോയി വ്ളോഗ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇതേപോലുള്ള കിടിലം വീഡിയോ നമ്മുടെ ചാനൽ ഇട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നത്. ഗുഡ് ബൈ.